നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്പ്രെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഒരു അറ്റൻഡൻസ് ഷീറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ്. നമ്മൾ നേരത്തെ ഒരു ടെംപ്ലേറ്റ് അനുസരിച്ചാണ് ചെയ്തത്. അല്ലാണ്ട് നമുക്കും ഒരു ഫ്രഷ് ആയിട്ടൊരു അറ്റൻഡൻസ് ഷീറ്റ് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ആദ്യം എടുത്ത അറ്റൻഡൻസ് ഷീറ്റിൽ തന്നെ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ളൊരു അറ്റൻഡൻസ് ഷീറ്റ് എടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അല്ലാണ്ട് നമ്മുടെ രീതിയിൽ വേണമെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫ്രഷ് പേജ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇതിൽ നമുക്ക് ഈ ഒരു റോസും കോളംസൊക്കെ മേർജ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ വേറെ അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യണം അതൊക്കെ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഇത് കാണിച്ചു തരാം. ഇത് സെലക്ട് ചെയ്ത് ഇവിടെ താഴെ നമുക്ക് ഒരു സ്ക്വയറിൻ്റെ നടുക്ക് 2 ആരോ മാർക്ക് ഉള്ളതായിട്ട് കാണാം താഴെ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കോളംസ് നമുക്ക് മേർജ് ചെയ്യാൻ പറ്റും. കോളംസ് ആണെങ്കിലും റോസ് ആണെങ്കിലും അത് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്തതിന് ശേഷം ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കതിനെ മേർജ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് നമ്മുടെ ടൈറ്റിൽസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ക്ലാസ്സിൻ്റെ പേരോ അല്ലെങ്കിൽ നമുക്കിവിടെ ക്ലാസ്സിൻ്റെ പേര് കൊടുക്കാം. ഓക്കെ, ഇവിടെ ക്ലാസ് നെയിം കൊടുത്തു നമ്മൾ. ഇതിപ്പോൾ ഒരറ്റത്താണ് വന്ന് കിടക്കുന്നത്. ഇതിനെ നമുക്കിനി അലൈൻ ചെയ്യാം. അതിന് നമ്മളിവിടെ അലൈൻമെൻ്റ് ഉണ്ട് താഴെ. അതിൽ സെൻറ്റർ അലൈൻ ചെയ്യുമ്പോൾ ഇത് ഹെഡിങ് സെൻറ്ററിൽ വന്ന് കിടന്നു. ഇനി ഇതിനെ കുറച്ചും കൂടി ഒന്ന് മിഡിലേക്ക് ആക്കി എടുക്കണമെങ്കിൽ ഇവിടെ നമുക്കൊരു മുകളിലായിട്ടൊരു എ ഐക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു നടുവിലൊരു ലൈനും മുകളിൽ നിന്നും താഴെ നിന്നും ഓരോ ആരോ മാർക്കും ഉള്ളൊരു ഐക്കൺ കാണാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് മിഡിലേക്ക് ആക്കാൻ പറ്റും. ഓക്കെ, കണ്ടോ, ഇപ്പോൾ സെൻറ്ററിലായി അത്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കിവിടെ റോൾ നമ്പർ കൊടുത്തു നമ്മളിവിടെ. ദെൻ ഇവിടെ നെയിം ഓഫ് ദ സ്റ്റുഡൻസ്, ഇനി ഇത് നമുക്ക് ഈ ഒരു കോളം അല്ലെങ്കിൽ റോ നമുക്ക് വലുതാക്കണമെങ്കിൽ ഈ ബീഡ് അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ആരോ മാർക്ക് കാണും. അതിൽ വെച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് സൈസ് കൂട്ടാൻ പറ്റും. ഓക്കെ, ദെൻ അതിന് ശേഷം ഇവിടെ ഡേറ്റ്, ഇപ്പോൾ ഏത് ഒരു ഡേറ്റ് നമുക്കിപ്പോൾ ഓക്കെ ഞാൻ ഡേറ്റ് ഇട്ടു. ഇനി ഈ ഡേറ്റിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 2-3 സെക്ഷനായിട്ട് നമുക്ക് മാറ്റണം അല്ലേ? അതെങ്ങനെ ചെയ്യാം? കാരണം ഇത് ഇവിടെ നമുക്കിനി വേണ്ടത് ഓരോ ദിവസവും നമുക്ക് ഇനി എന്താ പറയുക ഓരോ ഇതായിട്ട് എടുക്കണം. അപ്പോൾ അതിന് 5 പീരീഡ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഈ ഒരു സീഡ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലൈൻ നമ്മളിവിടേക്ക് ചെറുതാക്കി എടുക്കുന്നു. ഇപ്പോൾ 2 എണ്ണമായി. 3
4 5 6. ഓക്കെ, ഇപ്പോൾ 6 റോസ് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് ഹെഡിങ്ങിന് വേണ്ടിയിട്ട് ഇത്രയും ഭാഗം മാത്രം നമുക്കൊന്ന് മെർജ് ചെയ്യാം. 5 എണ്ണം, 5 6 എണ്ണം. ഓക്കെ, ഇവിടെ നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് ഇന്നത്തെ ഡേറ്റ് ആയിരിക്കും. അറ്റൻഡൻസ് എടുക്കുന്ന ദിവസത്തെ ഡേറ്റ് ഇടാം. ഇട്ടു. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് സെൻറ്റർ അലൈൻ ചെയ്യാം. സെൻറ്റർ അലൈൻ ചെയ്തു. ഇനി ഇവിടെ നമ്മൾ ഫസ്റ്റ് പീരീഡ്, ഫസ്റ്റ്, ദെൻ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ദെൻ ഇവിടെ ടോട്ടൽ. ഓക്കെ, അപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്, നമ്മളിവിടെ ആദ്യം റോൾ നമ്പർ എഴുതുന്നു, സ്റ്റുഡൻസിൻ്റെ പേര് എഴുതുന്നു, പിന്നെ ഓരോ പീരീഡും അറ്റൻഡൻസ്. ഇപ്പോൾ കോളേജിലൊക്കെ ആണെങ്കിൽ 5 hours ആണെങ്കിൽ 5 hours നമ്മൾ അറ്റൻഡൻസ് എടുക്കും. എന്നിട്ട് അന്നത്തെ ദിവസം തന്നെ അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് പോകാം. ഓരോ ദിവസത്തെയും അറ്റൻഡൻസ് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളിപ്പോൾ പോയിൻറ്റ്സ്, ഇപ്പോൾ ഹാഫ് ഡേ എടുക്കുന്നവർക്ക് ഇത്ര പോയിൻറ്റ്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഫുൾ ഡേ എടുക്കുന്നവർക്ക് ഇത്ര പോയിൻറ്റ്സ്, അങ്ങനെ പോയിൻ്റ് വൈസ് ആണ് നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്കത് പോയിൻറ്റ്സ് ആയിട്ട് ആഡ് ചെയ്യാം. ഇങ്ങനെ ഓരോ ആഴ്ചത്തെയും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടോട്ടൽ എന്നുള്ള ഭാഗം മാത്രം നമുക്കൊന്ന് കളർ ചെയ്യാം. ടോട്ടൽ എന്നുള്ള പ്ലേസ് മാത്രം ജസ്റ്റ് ഒന്ന് നമ്മൾ കളർ ചെയ്തു. ഇങ്ങനെ എല്ലാ വീക്കിലെയും ലാസ്റ്റ് ആ ഒരു ടോട്ടൽ പോർഷൻ മാത്രം നമ്മൾ കളർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് മന്ത് എൻഡ് ആകുമ്പോൾ ഈ ഓരോ വീക്കെൻഡിലെയും നമുക്ക് ടോട്ടൽ ചെയ്ത് പെർസെൻറ്റേജ് കാണാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, ഇത് നമുക്കിപ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ട് നമുക്ക് നമ്മുടെ ഒരു അറ്റൻഡൻസ് ഷീറ്റ് എങ്ങനെ ആയിരിക്കണം എന്നതനുസരിച്ച് നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും.